ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നേരം, ഏത് സമയത്താണോ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സ്പർശിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധമായ ദൈവം നൽകിയ ഈ ദിവസത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 4 വരി ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. ഉന്നത പദവിയിലിരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. ഉന്നത പദവിയിലിരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും, ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും, ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്കാരോഗ്യത്തെയും, കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്കാരോഗ്യത്തെയും, ദീർഘായുസ്സും മനസ്സമാധാനവും തന്ന കർത്താവേ സ്തുതി നിനക്ക്. ദീർഘായുസ്സും മനസ്സമാധാനവും തന്ന കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി.
നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. തുഷാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശീഹ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമേ, ഏതു നേരത്താണോ ഈ പ്രാർത്ഥനയില് അങ്ങ് തിരഞ്ഞെടുക്കുന്ന അങ്ങയുടെ മക്കൾ പങ്കുചേരുന്നത്, അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ശുശ്രൂഷ അങ്ങയുടെ നിയോഗപ്രകാരമാകുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഭയുടെ മഹത്വത്തിനും ശരീരമാകുന്ന സഭയുടെ അനുഗ്രഹത്തിനും യേശുവേ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതായ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിനും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുവാനും ഈ പ്രാർത്ഥനാ നിമിഷങ്ങളെ കർത്താവിൻ്റെതാക്കി കർത്താവ് മാറ്റണമേ. ലോകം മുഴുവനുമുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലഹീനവും കുറവുമുള്ള ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സാന്നിധ്യത്തിൻ കീഴിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഇന്ന് വേദനിപ്പിക്കുന്നതായ ചിന്തകൾ, ഞങ്ങളെ ഇന്ന് തകർക്കുന്നതായ ചിന്തകൾ, ഞങ്ങളെ ഇന്ന് സങ്കടപ്പെടുത്തുന്നതായ നിമിഷങ്ങൾ, ഇവയിലെല്ലാം കർത്താവ് വലിയ ആശ്വാസം പകരണമേന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നല്ല നാഥ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ആഹാരമായി പ്രവേശിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികളില് ഈ തിരുവചനം ഈ നേരം എഴുതപ്പെടണമേ. ഞങ്ങളുടെ വഴികൾക്ക് വെളിച്ചവും ഉറപ്പും ധൈര്യവും ഒക്കെ ജീവിതത്തിൽ ലഭിപ്പാൻ ഈ തിരുവചനങ്ങൾ പ്രയോജനകരമാകണമേ. കർത്താവേ, ഈ ശുശ്രൂഷ നിന്റെ കരങ്ങളിലൂടെ ശോഭിതമാകട്ടെ. നിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദുഷ്ടസൈന്യങ്ങൾ തകർക്കപ്പെടട്ടെ. ജീവിതം യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന നാഴികയിൽ ആത്മാഭിഷേകത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ച് ധ്യാനിച്ച് വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വേദഭാഗം
വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ എല്ലാവരും ജീവിക്കുന്നത് വിജയം നേടാൻ വേണ്ടിയിട്ടാണ്. പരാജയം ആരും ഇഷ്ടപ്പെടുന്നില്ല. പരാജയം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വേദന അതിശക്തമാണ്. പിറകോട്ട് വലിക്കുന്ന ഒരു പറ്റം ദുഷ്ട സൈന്യങ്ങൾ നമ്മെ ആക്രമിക്കുന്ന നേരമാണ് പരാജയഭീതി അല്ലെങ്കിൽ പരാജയത്തിന്റെ നിമിഷങ്ങൾ. പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകൾ പരാജയത്തെ വിജയത്തിന്റെ പാഠമെന്നൊക്കെ പറയാറുണ്ട്, അറിവിന്റെ തലമെന്ന് പറയാറുണ്ട്. ശരിക്കും പരാജയം അത് തന്നെയാണല്ലോ. ജീവിതത്തിൽ തകർച്ചകളാണ് പുതിയ പാഠങ്ങളിലേക്ക് മനുഷ്യനെ നടത്തുന്നത്. തോൽവികളാണ് മനുഷ്യനെ ജ്ഞാനമന്വേഷിപ്പിക്കുന്നത്. വിവേകത്തോടുകൂടെ അവന്റെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത് പരാജയത്തിന്റെ നിമിഷങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരാജയപ്പെടുന്ന മനുഷ്യൻ ജയത്തിന്റെ വഴികൾ അന്വേഷിക്കുന്നു. ഇതാ, കർത്താവ് നമുക്ക് ജയിക്കുവാനുള്ള ഒരു വലിയ വഴി ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും നമ്മുടെ അവസാനമാണ് പ്രധാനപ്പെട്ടത്. അവസാനം പരാജയപ്പെട്ടു പോയാല് എല്ലാം സങ്കടകരമായി മാറുകയാണ്. അതിന് തമ്പുരാൻ കാണിച്ചു തന്ന മറ്റൊരു ഭാഗം, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തില് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്തു. കൃഷിയിടങ്ങളെല്ലാം നന്നായി വിളഞ്ഞു കിട്ടിയതെല്ലാം അവൻ ധാന്യപ്പുരയിൽ കൂട്ടിവെച്ചു. വർഷം തോറും അവന്റെ കൃഷി നന്നായി വരികയല്ലാതെ പുറകോട്ട് പോയില്ല. ധാന്യം വെക്കുവാൻ സ്ഥലമില്ലാതെയാകുന്നു. അപ്പോൾ അവന്റെ പ്രിയപ്പെട്ടവരോടായി പറയുകയാണ്, ധാന്യപ്പുര വലുതാക്കാം, വീണ്ടും കൂട്ടിവെക്കാം. വീണ്ടും അവൻ ആവർത്തിക്കുകയാണ്, എനിക്ക് ധാരാളമായി ഉണ്ടല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാം, നന്നായി കുടിക്കാം, ആനന്ദകരമായ സന്തോഷകരമായ പാനീയങ്ങൾ കുടിക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊള്ളുക. ആനന്ദിക്കാം, സന്തോഷത്തോടുകൂടെ ജീവിക്കാം. ഒരു നിമിഷം ആ വ്യക്തിയെ തോണ്ടി വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നിനക്ക് ഇത്രയും ധാന്യമുണ്ട്, നിനക്ക് ഇത്രയും സമ്പാദ്യമുണ്ട്, നിനക്ക് ഇന്ന തീരുമാനങ്ങളുമുണ്ട്. പക്ഷെ ഈ തീരുമാനങ്ങളും സമ്പാദ്യമൊക്കെ വെച്ച് ഇന്ന് വൈകുന്നേരം നീ കിടന്നുറങ്ങിയിട്ട് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ കരുതിയതും ഈ ഒരുക്കി വെച്ചതും എല്ലാം എന്താകും? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ എന്തുമാത്രം നേട്ടങ്ങൾ കൊയ്തെടുത്താലും അവസാനം പരാജയം വന്നാൽ ആ മനുഷ്യന് വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് ആ വേദനയെ ജയിക്കുവാൻ വിളിച്ചു നിർത്തിയ മനുഷ്യനോടായി തമ്പുരാൻ പറയുകയാണ്, നിനക്ക് ഒരു ജയജീവിതത്തിന്റെ മാർഗം ഞാൻ കാണിച്ചു തരാം. നീ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ പരിശ്രമിക്കുക. ദൈവ വിഷയമായി വിജയിക്കുവാൻ വളരുവാൻ നീ ആഗ്രഹിക്കുക. നിന്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല. പരാജയഭീതിയിൽ നിന്ന് പരാജയപ്പെടുമോ എന്നുള്ള, നശിച്ചു പോകുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് ദൈവം മനുഷ്യരെ വിടുവിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മാറി നിന്ന് ചോദിക്കുകയാണ്, ദിവസത്തിലില്ലാതെ മാറി നിന്ന് ചോദിക്കുകയാണ്, യെസ്, എനിക്ക് ആഗ്രഹമുണ്ട് ദൈവവിഷയമായി സമ്പന്നനാകുവാൻ. ആവർത്തിക്കുകയാണ്,
എനിക്ക് ആഗ്രഹമുണ്ട് ദൈവവിഷയമായി സമ്പന്നനാകുവാൻ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, ഏറ്റവും നല്ല പ്രവൃത്തി, അനുഗ്രഹം നേടുവാനുള്ള പ്രവൃത്തി പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ഭ്രമിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. അവനെ അവനായി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് ബോധ്യം അവന്റെ ഉള്ളിലുണ്ട്. ദൈവമക്കളെ, അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനാകുവാൻ നീ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, അവനോടൊപ്പം നടക്കുക, അവനിൽ വളരുക. അപ്പോൾ ചോദിക്കുകയാണ്, എന്തായിരിക്കും അതിന്റെ ഒരു ബോധ്യം കിട്ടുന്നത്? പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുന്നു. നീ ഒരു ദൈവ പൈതലായി മാറുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു ദൈവ പൈതലായി മാറുകയാണ്. ദൈവവിഷയമായി സമ്പന്നനാകുന്ന വ്യക്തി പരാജയ ഭീതിയിൽ നിന്ന് ഒഴിവുള്ളവനായി ജീവിക്കുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ പരാജയ ഭീതി ഒഴിവാക്കി ജീവിക്കുവാൻ സത്യവും വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ മാതൃക. കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ നടാറുള്ളവരാണ്. ചിലര് വൃക്ഷത്തൈകൾ നടും, ചിലര് ഈ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന കൊച്ചു ചെടികളോ മരങ്ങളോ നടും. പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടതായ വെള്ളവും വളവും നാം ഇട്ടുകൊടുക്കാറുണ്ട്. അത് വലുതായി വരികയാണ്. അതിന്റെ ഇലകളൊക്കെ നന്നായിട്ട് നിൽക്കുന്നു, മനോഹരമായി നിൽക്കുന്ന ഇലകള്. ആര് കണ്ടാലും വലിയ സന്തോഷകരമായ ഒരു അനുഭവം. അത്രമാത്രം ശുശ്രൂഷിച്ചു വളരുന്നു. നന്നായി വളർന്ന് പന്തലിച്ച് അതിന്റെ ഒത്ത പാകമെത്തിക്കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഫലം കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്തുമാത്രം നിരാശയായിരിക്കും, എന്തുമാത്രം സങ്കടമായിരിക്കും. ഒരിക്കല് വേദപുസ്തകം ഈ മരത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവായ ദൈവം ഒരു മനോഹരമായ ഈ വൃക്ഷത്തൈ ഫലവൃക്ഷത്തൈ നടുകയാണ്. അത് നന്നായി കിളച്ചു, വളമിട്ടു, വെള്ളമൊഴിച്ചു, തോട്ടക്കാരനെ ഏൽപ്പിച്ചു. കാവൽ ചെയ്യുവാനും ശുശ്രൂഷിക്കുവാനുമായി പണവും സമയവും മാറ്റിവെച്ചു. കാലത്തികവിൽ എല്ലാം തികഞ്ഞ സമയത്ത് ഈ യജമാനൻ വന്നിട്ട് ഈ ഫലവൃക്ഷത്തൈയിൽ നിന്ന് അതിന്റെ ഉയർച്ചയിൽ അല്പം ഫലം കിട്ടുമോ എന്ന് വിചാരിച്ച് നോക്കുകയാണ്. ഒന്നും അവിടെ ഇല്ല. തോട്ടക്കാരനോട് പറയുകയാണ്, ഇതിനെ നമുക്ക് വെട്ടിക്കളയാം, കാരണം ഇതുകൊണ്ടൊരു പ്രയോജനമില്ലല്ലോ, ഫലമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. ദൈവമക്കളെ, ഇത് വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, ഒരു വർഷം കൂടി നമുക്ക് വളമിട്ട് കായ്ക്കുമോ എന്ന് നോക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ തോട്ടക്കാരന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് യജമാനൻ ഒരാണ്ടുകൂടി ആ വൃക്ഷത്തൈയെ അവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ കാണുന്നത്. എന്നാലോ നാം ഫലം കായ്ക്കാത്ത ജീവിതങ്ങളായാൽ വെട്ടപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫലം കായ്ക്കാത്ത ജീവിതങ്ങളായ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നിൽക്കുന്നത് ആ തോട്ടക്കാരന്റെ യാചന പോലെ നമ്മുടെ കർത്താവിന്റെ കൃപയും കരുണയും കൊണ്ടാണ് നിൽക്കുന്നത്. ഫലം കായ്ച്ചില്ല എങ്കിൽ അവസാനമായി അതിനെ വെട്ടി തീയിലിടും. അത് ദൈവരാജ്യത്തിന്റെ പുറത്തേക്ക് എറിയപ്പെടുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് ഫലം കായ്ക്കുവാനും വെട്ടപ്പെടാതിരിക്കുവാനും നിലനിൽക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവവിഷയമായി സമ്പന്നനാകുവാനും ജയജീവിതം നയിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിനെ സ്തോത്രം ചെയ്യുവാനും ദൈവത്തിന് സ്തുതി കരേറ്റുവാനും ഒരു വഴിയുണ്ട്.
പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ സ്വീകരിക്കുക, കർത്താവിൽ വളരുക, യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഇവിടെ വായിച്ച വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, നിനക്ക് ഫലം കായ്ക്കാൻ ഒരു വഴിയുണ്ട്. ആമീൻ, ആമീൻ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ റിവേഴ്സ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ വെട്ടപ്പെടാതിരിക്കുവാൻ, ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ ഒരു വഴിയുണ്ട്. അത് മറ്റൊന്നുമല്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീണ്ടും ജനനം, ബോൺ അഗെയിൻ എന്ന് പറയും. വീണ്ടും ജനനം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. വെള്ളത്താൽ എന്ന വാക്ക് സാധാരണഗതിയിൽ ബാപ്റ്റിസം, മാമോദീസ, സ്നാനം, ഈ കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിന്റെ അനോയിന്റിംഗ് ആണ്, അഭിഷേകമാണ്. ഇത് രണ്ടും കൂടി സംയോജിക്കുന്ന ജീവിതം പരാജയ ഭീതിയിൽ നിന്ന് ഒഴിവുള്ളതായിരിക്കും. ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം, മാമോദീസ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തർക്കങ്ങളും തർക്ക വിഷയങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നാനം എന്ന് പറയുന്നത് സാക്ഷി പ്രഖ്യാപനമാണ്. സ്നാനം വെള്ളത്താൽ ഏൽക്കുന്നു. സഭകൾ വ്യത്യാസപ്പെട്ട രീതികളിൽ ശിശുസ്നാനവും മുതിർന്ന സ്നാനവും ഒക്കെയായി ലോകത്ത് ക്രമീകൃതമാകുന്നു. കർത്താവ് ഉദ്ദേശിച്ചത് സ്നാനം ഒരു പരസ്യ പ്രഖ്യാപനം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉള്ളിലുള്ള ചേതോവികാരം, അതിന്റെ ഉള്ളിലുള്ള മൂല്യത്തിനാണ് ഏറ്റവും വലിയ വിലയുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഉൾക്കാമ്പ് എന്താണ്? യേശു ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിന്റെയും കർത്താവ് ഹൃദയത്തിലും ജീവിതത്തിലും തികഞ്ഞു വന്നതിന്റെയും പ്രഖ്യാപനമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്രിസ്തു വന്നാൽ, അല്ലെങ്കിൽ അനുഭവം വന്നാൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ കടക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടി തന്നെ സമർപ്പിച്ചവനാണ്, സമർപ്പണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്നാനത്തിന്റെ ഉള്ളിലുള്ള ആ അനുഭവമുണ്ടല്ലോ, സമർപ്പണം, ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള കൊടുക്കൽ. നമുക്കറിയാം, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നുവെന്നും യേശുവിനെ സ്വീകരിക്കുന്നുവെന്നും പറയുന്ന ആ സമർപ്പണം, സകലതും ഉപേക്ഷിച്ച് യേശുവിന്റെ മുമ്പില് തന്നെ കൊടുക്കുന്ന സമർപ്പണം, ഈ സമർപ്പണത്തിൽ ജീവിക്കുന്നവരായി മാറണം. ശോധന ചെയ്യുക. വളരെ ചെറുപ്പത്തിൽ സ്നാനമേറ്റവരായ ഓരോ വ്യക്തികളുമാണ് അപ്പസ്തോലിക സഭകളിലുള്ളത്. അവര് ഈ പറഞ്ഞ മൂല്യം പോലെ കർത്താവിന് തന്നെ കൊടുത്താണോ ജീവിക്കുന്നത്? സ്നാനത്തിന് ശേഷമുള്ള ജീവിതം സ്നാനത്തിന്റെ പ്രഖ്യാപനമാകണം. അത് മുതിർന്ന സ്നാനമാണെങ്കിലും ശിശു സ്നാനമാണെങ്കിലും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ, മാമോദീസയേറ്റാൽ അപ്പോൾ തന്നെ ദൈവരാജ്യത്തിന് അവകാശിയായി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സ്നാനം പ്രിയപ്പെട്ടവരെ ജീവിത അനുഭവത്തിൽ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. സാക്ഷ്യമായി, നമ്മളുടെ പ്രവൃത്തികളായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാല് നാം ഏറ്റുപറയുക, ഞാൻ സ്നാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുക എന്ന വാക്ക് മാത്രമല്ല, ഞാൻ അതിന്റെ ഉള്ളിലുള്ള അനുഭവത്തെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്താണ്? യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് കർത്താവിന്റെ മകനായി, കർത്താവിന്റെ മകളായി ജീവിക്കുക. അങ്ങനെയുള്ള വ്യക്തിക്കാണ് പ്രിയപ്പെട്ടവരെ പരാജയ ഭീതി ഒഴിവാക്കി ആദ്യം പറഞ്ഞതുപോലെ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമായും ദൈവവിഷയമായി സമ്പന്നനായും പരാജയ ഭീതിയിൽ നിന്ന് ഒഴിഞ്ഞവനായി ജീവിക്കുവാൻ സാധ്യമാകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഈ കർത്താവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ആണോ? തീർച്ചയായും നാം ചിന്തിക്കേണ്ട വലിയ കാര്യമാണ്.
നോക്കിക്കോളൂ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം ആത്മാവിലുള്ള ആ ജനനമാണ്. ആത്മാവിലുള്ള ജനനം. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ അർത്ഥമാണ് കേട്ടോ. നോക്കിക്കൊള്ളൂ, നമുക്ക് നാം എടുത്ത സമർപ്പണം, എന്നെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ള ആ സമർപ്പണത്തെ ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ അനേക കോടിക്കണക്കിന് ദുരാത്മാക്കൾ സൈന്യം നിന്നുകൊണ്ട്, ദുരാത്മാക്കളുടെ സൈന്യം നിന്നുകൊണ്ട് അനേകരെ പടവെട്ടി തോൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിലും നമുക്ക് ഈ സമർപ്പണം നിലനിർത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അല്ലാതെ ആർക്കും കർത്താവിലുള്ള സമർപ്പണത്തെ പൂർത്തീകരിക്കുവാൻ സാധ്യമാകുന്നില്ല. ഇത് രണ്ടും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരാജയ ഭീതിയില്ല. ഇന്ന് കഷ്ടതയായിരിക്കാം, വേദനയായിരിക്കാം, സങ്കടമായിരിക്കാം, ഭാരമായിരിക്കാം, പക്ഷേ നിനക്കൊരു ജയകിരീടം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിനക്കൊരു ഭവനമുണ്ട്. കൈപ്പണിയാകുന്ന ഈ ഭൗമ ഭവനം അഴിഞ്ഞുപോയാലും പ്രിയപ്പെട്ടവര്, സ്വർഗത്തിൽ നിത്യമായ ഭവനം അവൻ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബോധ്യത്തിലും അനുഭവത്തിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും ക്രിസ്തു ബന്ധത്തിൽ ദൈവിക കൂട്ടായ്മയിൽ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി സഭയുടെ ഐശ്വര്യമായി സഭയുടെ വിധിയെ അലങ്കാരപ്പെടുത്തുന്ന അഭിമാനകരമായ ജീവിതങ്ങളായി ഞാനും നിങ്ങളും മാറുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ക്രിസ്തുവിലേക്കുള്ള ഈ സമർപ്പണവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകവും ആ വീണ്ടും ജനനവും നാം ഇന്ന് അനുഭവിക്കുന്നതായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ക്രിസ്തു വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ശിരസ്സുകളെ നമിക്കാം, പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയതായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, അങ്ങയിലുള്ള സമർപ്പണത്തിൽ ജീവിക്കുവാൻ, അങ്ങയോടുള്ള ബന്ധത്തിൽ ശക്തമായി ജീവിക്കുവാൻ നാഥാ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളെ നിറച്ചു നിർത്തണമേ. കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏത് കാലത്തോ എപ്പോഴാണോ ഇത് കേൾക്കുന്നത്, ആ സമയത്ത് ദൈവമേ, ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കുവാൻ, ആത്മാവിൽ ജനിക്കുവാൻ, യേശുവിലുള്ള സമർപ്പണം അനുഗ്രഹത്തോടെ അത് ഏറ്റെടുക്കുവാൻ, അതിൽ ജീവിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ മക്കളായി മാറുവാൻ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി മാറുവാൻ, ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുവാൻ തമ്പുരാനെ നീ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. കുറവുകളുള്ള ജീവിതങ്ങളാണ് ഞങ്ങൾ. നിരാശയും സങ്കടവുമുണ്ട്. പാപം ഞങ്ങളെ തളർത്തിയിട്ടുണ്ട്. തോൽവി ഞങ്ങളെ ഒരുപാട് അഗാധത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഇന്ന് ഈ സമയം എപ്പോഴാണോ പ്രാർത്ഥിക്കുന്ന ഈ സമയം, ഇത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് യേശുവിൽ വളരുവാനും കർത്താവിൽ ബലപ്പെടുവാനും ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയാനും ദൈവ തേജസ് കൊണ്ട് നിറയാനും ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം പ്രാപിപ്പാനും ദൈവത്തിന്റെ തേജസ്സിൽ നിറഞ്ഞ് കർത്താവിന് സ്തുതി കരേറ്റുവാനും സംഗതിയാകുവാൻ കർത്താവേ, നിന്റെ തിരുസന്നിധിയില് ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory Jesus, hallelujah, 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 hallelujah. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശാപം മാറുവാൻ, ഞങ്ങളിലുള്ള വൈശാചിക ബന്ധനങ്ങൾ മാറുവാൻ, ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറുവാൻ, ബലപ്പെട്ട് ജീവിക്കുവാൻ നിന്റെ ശക്തി ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ. കർത്താവേ, ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവ അഭിഷേകം ചെയ്യണമേ. യേശുവിൽ ബലപ്പെട്ട കുടുംബമായി കർത്താവേ, കുടുംബം മാറട്ടെ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളിലും കർത്താവ് കരം വെച്ച് അവരെ ക്രിസ്തുവിന്റെ മക്കളായി അനുഗ്രഹിക്കപ്പെട്ടവരായി തലമുറയാക്കി മാറ്റണമേ. യേശുവേ, നിന്റെ തിരുസന്നിധിയില് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങൾ ഏത് നേരത്ത്, ഏത് കാലത്താണ്
ഓൺലൈനിലൂടെ ഇത് ശ്രദ്ധിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 Hallelujah, 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 hallelujah. Oh Jesus, hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Yeshua, hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Oh Jesus, hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Oh, hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിനെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമർത്ത മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായുള്ളവരെ, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കുചേർന്ന ഏത് സമയത്താണോ ഏത് കാലത്താണോ നിങ്ങളിത് കേട്ടത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ കേൾക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഈ സമയം അനുഗ്രഹിക്കും. ഈ ശുശ്രൂഷ അപ്രകാരം ക്രമീകൃതമാകുന്നു. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.